നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കൊക്കെ പോകുമ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് എത്തുന്നു UDF പ്രചരണത്തിനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വോട്ടെടുപ്പിന് ഇനി 10 നാൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ആവേശത്തിലേക്ക്. മുതിർന്ന പൗരന്മാർക്കുള്ള ഹോം വോട്ടിംഗ് ഇന്നു മുതൽ. പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിൽ. പത്തനംതിട്ടയിലും കോട്ടയത്തും പങ്കെടുക്കും. മുഖ്യമന്ത്രി ഇന്ന് കൊല്ലം ജില്ലയിൽ. കൊട്ടാരക്കരയിലും ചടയമംഗലത്തും യോഗങ്ങൾ. ഐഷ പോറ്റി കോൺഗ്രസിലെത്തും മുൻപ് BJPയുമായി ചർച്ച നടത്തിയെന്ന് സ്ഥിരീകരിച്ച് BJP പ്രാദേശിക നേതൃത്വം. ആവശ്യപ്പെട്ട പദവികൾ നൽകാൻ കഴിഞ്ഞില്ലെന്ന് മണ്ഡലം പ്രസിഡന്റ് ന്യൂസ് 18നോട്. ഈ LDFിൽ നിന്നും UDFിൽ നിന്നും നിരവധി നേതാക്കന്മാരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടിയോട് ചേർന്നിട്ടുള്ളത്. ചർച്ച സംസ്ഥാന നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു. കോൺഗ്രസ് ഓപ്റ്റ് ചെയ്ത് അവരുടെ ചിലപ്പോൾ ഡിമാൻഡുകൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലായിരിക്കാം. അവർക്ക് അധികാരം മോഹിച്ചു വരുന്നവർക്കെല്ലാം അതെന്താ നമുക്ക് ആഗ്രഹിക്കുന്നതൊക്കെ BJP കൊടുക്കാൻ സാധിക്കും. BJP ആരോപണം ശരിവെച്ച് KN ബാലഗോപാൽ. നിഷേധിച്ച ഐഷ പോറ്റി. പീഡനക്കേസിലെ പ്രതി പാലക്കാട് നഗരസഭ കോൺഗ്രസ് കൌൺസിലർ പ്രശോഭ് സി വത്സൻ ഒളിവിൽ തുടരുന്നു. തെരച്ചിൽ ഊർജിതമാക്കി പോലീസ്. കരയുദ്ധം തുടങ്ങിയാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് അമേരിക്കയോട് ഇറാൻ. US സൈനികർ സ്രാവുകൾക്ക് ഭക്ഷണമാകുമെന്ന് ഇറാൻ സൈനിക മേധാവിയുടെ മുന്നറിയിപ്പ്. ഇറാനിലെ ക്രൂഡ് ഓയിൽ നിയന്ത്രണത്തിലാക്കുകയാണ് ലക്ഷ്യമെന്ന് ട്രംപ്. തെക്കൻ ലെബനനിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ. പരീക്ഷാകാലം കഴിയുന്നു. SSLC പരീക്ഷകൾക്ക് ഇന്ന് സമാപനം. മൂല്യനിർണ്ണയം ഏപ്രിൽ 16. കാസർഗോഡ് വിവാഹാഘോഷത്തിനിടെ പന്തലിന് തീപിടിച്ച അപകടം. അപകടത്തിന്റെ തീപ്പൊരി പന്തലിലേക്ക് പടർന്നു. നാട്ടുകാർ അടിയന്തരമായി ഇടപെട്ടതിനാൽ ആളപായമുണ്ടായില്ല. കന്നി പോരാട്ടത്തിന് വിജയ്. പെരമ്പൂരിലും തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും ഇന്ന് പത്രിക സമർപ്പിക്കും. പെരമ്പൂരിൽ വൈകിട്ട് പ്രചാരണം. IPLൽ മുംബൈ ഇന്ത്യൻസിന് മിന്നും ജയം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തകർത്തത് 6 വിക്കറ്റിന്. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. സംസ്ഥാനം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 10 ദിവസം മാത്രമാണ് ബാക്കി. മുതിർന്ന പൗരന്മാർക്കായുള്ള വീട്ടുവോട്ടിനും ഇന്ന് തുടക്കമാവുകയാണ്. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള 40% ഭിന്നശേഷിയുള്ളവർക്കാണ് ഹോം വോട്ടിന് അവസരമുള്ളത്. പ്രത്യേക മൊബൈൽ പോളിംഗ് ടീമിന്റെ മേൽനോട്ടത്തിലായിരിക്കും നടപടികൾ. വോട്ട് രേഖപ്പെടുത്തിയ ബാലറ്റുകൾ സീൽ ചെയ്ത ബോക്സുകളിൽ സൂക്ഷിക്കും. നേരത്തെ അപേക്ഷിച്ചവർക്കാണ് ഈ സൌകര്യമുള്ളത്. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് പത്തനംതിട്ടയിൽ തുടക്കമാവുകയാണ്. രാവിലെ 11:45 ഹെലികോപ്റ്ററിൽ അടൂർ വടക്കടത്തുകാവിലെ പോലീസ് ക്യാമ്പിൽ ഇറങ്ങുന്ന രാഹുൽ 12:15 അടൂർ മണ്ഡലം UDF സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 4 മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികൾ പങ്കെടുക്കും. വരും ദിവസങ്ങളിൽ പ്രിയങ്ക ഗാന്ധിയും പ്രചരണത്തിനെത്തും. ശശിനാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശശി, രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണോ? അനുശ്രീ, തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് UDF. എന്തായാലും അത്തരമുള്ള ക്രമീകരണങ്ങളെല്ലാം പത്തനംതിട്ട ജില്ലയിൽ പൂർത്തിയായിരിക്കുന്നു. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് രാഹുൽ ഗാന്ധി എത്തുക. അവിടെ നിന്നും 11:45 അടൂരിലെ പോലീസ് ക്യാമ്പിലെ ട്രെയിനിങ് ഗ്രൗണ്ടിലാണ് ഹെലികോപ്റ്റർ ഇറങ്ങുക. അവിടെ നിന്നും പിന്നീട് ആദ്യ യോഗം അടൂരിൽ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. 12:15 അടൂരിലെ പൊതുയോഗമുള്ളത്. ആ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കന്മാരും ഒപ്പം തന്നെ സ്ഥാനാർത്ഥി CV ശാന്തകുമാർ UDFിന്റെ സ്ഥാനാർത്ഥി അടൂരിലെ സ്ഥാനാർത്ഥിയും പങ്കെടുക്കും. അത് പ്രത്യേകം ക്രമീകരിച്ച ട്രക്കിലാണ് അവിടെ യോഗം ക്രമീകരിച്ചിട്ടുള്ളത്. അടൂർ KSRTC ബസ് സ്റ്റാൻഡിനോട് സമീപത്തുള്ള സ്ഥലത്താണ് ഈ യോഗം ക്രമീകരിച്ചിട്ടുള്ളത്. ചെറിയ സൗകര്യങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ട്രക്കിലാണ് രാജീവ് ഗാന്ധി സഞ്ചരിക്കുന്ന ട്രക്കിൽ തന്നെയാണ് യോഗം
അവിടെ ക്രമീകരിച്ചത്. അതിനുശേഷം 1 മണിയോടുകൂടി പത്തനംതിട്ടയിലാണ് വലിയ പൊതുസമ്മേളനം സംഘടിപ്പിച്ചത്. പത്തനംതിട്ടയിൽ പഴയ ബസ് സ്റ്റാൻഡിലാണ് ഈ പൊതുസമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. അവിടെ മണ്ഡലത്തിലെ 4 സ്ഥാനാർത്ഥികളും എത്തിച്ചേരും. ആ 4 സ്ഥാനാർത്ഥികളും ഈ പൊതുസമ്മേളനത്തിൽ പരിചയപ്പെടുത്തുകയും അവർക്കായി വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്യും രാഹുൽ ഗാന്ധി. അതിനുശേഷം പിന്നീട് വൈകിട്ടോടുകൂടിയാണ് അത് യോഗത്തിന് ശേഷമായിരിക്കും പിന്നീട് പാമ്പാടിയിലേക്ക് ചാണ്ടി ഉമ്മന്റെ പ്രതിനിധിയായി രാഹുൽ ഗാന്ധി പത്തനംതിട്ട തിരികെയും പത്തനംതിട്ടയിൽ എത്തിയ ശേഷമാണ് രാഹുൽ ഗാന്ധി തിരികെ മടങ്ങുക. പത്തനംതിട്ട പ്രമാണം രാജീവ് ഗാന്ധി ഇൻഡസ്ട്രി അടുത്ത് എത്തിയതിനു ശേഷമായിരിക്കും പിന്നീട് തിരികെ മടങ്ങുക. ഇത്തരത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ ആവേശത്തിലാണ് പത്തനംതിട്ട ജില്ലയിലെ പാർട്ടി പ്രവർത്തകർ. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഈ 2 സ്ഥലത്തും പൂർത്തീകരിക്കുന്നു. ഒപ്പം സുരക്ഷാ ക്രമീകരണം പൂർത്തിയായിട്ടുണ്ട്. സംസ്ഥാന നേതാക്കളും അത് പ്രധാനപ്പെട്ട നേതാക്കളും രാഹുൽ ഗാന്ധിയുടെ ഒപ്പം തന്നെ എത്തും. അത് പിന്നാലെ ഇതിന് അടുത്ത ദിവസം തൊട്ടടുത്ത ദിവസം തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ നിന്നുള്ള വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. പെട്ടെന്നുള്ള ഒരു ഷെഡ്യൂളാണ് എന്നുള്ള കാര്യമാണ് പാർട്ടി പ്രവർത്തകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ എല്ലാ ക്രമീകരണം ഏത് സമയത്തും സജ്ജമാക്കാനുള്ള രീതിയിലേക്ക് പാർട്ടി മാറിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഈ ഔദ്യോഗികമായ അറിയിപ്പ് കിട്ടിയ ഉടൻ തന്നെ രാഹുൽ ഗാന്ധി സ്വീകരിക്കാനുള്ള ക്രമീകരണങ്ങളും പെട്ടെന്നെല്ലാം പൂർത്തിയായെന്ന് ജില്ലാ പ്രസിഡന്റും അതുപോലെ തന്നെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട MP കൂടി ജനപ്രതിയായ MP കൂടി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതിലും ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ രാഹുൽ ഗാന്ധി അടൂരിൽ എത്തിച്ചേരുക. ശശിനാരായൺ, ഈ സംസ്ഥാന നേതാക്കളിൽ ആരൊക്കെയാകും പ്രചാരണ രംഗത്ത് രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടാവുക എന്നതിൽ എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ? അത്തരം പേരുകൾ എടുത്തു പറഞ്ഞത് സംസ്ഥാന നേതാക്കൾ ഉണ്ടാകുമെന്ന് മാത്രമാണ് MP പറഞ്ഞത്. അത് പേരുകൾ ഇന്നലെ കൃത്യമായി പറഞ്ഞില്ല. പക്ഷേ സംസ്ഥാന നേതാക്കൾ കൂടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്തായാലും 4 സ്ഥാനാർത്ഥികൾ, അതായത് ഈ 4 സ്ഥാനാർത്ഥികളാണ് പ്രധാനമായും പത്തനംതിട്ടയിൽ പരിചയപ്പെടുത്തുക. 5ാമത്തെ അത്തരം ഒരു അതിനുശേഷം തിരികെ പാമ്പാടിയിലേക്ക് മടങ്ങുകയും ചെയ്യും. ചാണ്ടി ഉമ്മന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് പാമ്പാടിയിലേക്ക് മടങ്ങുമെന്നാണ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയെ പോലെ ഒരു വ്യക്തി വരുന്നത് ഈ മണ്ഡലത്തിലെ വിജയത്തിന് അനിവാര്യമാണ്. പല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ഇവിടെയുള്ള മണ്ഡലമാണ്. 4 സ്ഥലത്തും ഈ പ്രചരണത്തിന് ആളുകൾക്ക് പ്രത്യേകിച്ച് പ്രവർത്തകർക്ക് ആവേശമായി മാറാനും ഒപ്പം രാഷ്ട്രീയപരമായ ചില സീറ്റുകൾ തിരിച്ച് കിട്ടേണ്ടതായിട്ടുണ്ട്. വർഷങ്ങളെ തൊട്ടടുത്ത കോൺഗ്രസിന് സ്വാധീനമുള്ള ഒരു ജില്ലയാണ്. പക്ഷേ തൊട്ടടുത്ത സമയങ്ങളിലെല്ലാം LDFന് അനുകൂലമായ നിലപാടാണ് പത്തനംതിട്ട ജില്ലയുള്ളത്. അതുകൊണ്ട് തന്നെ ആ സീറ്റുകൾ തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയിട്ട് അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ നേതാക്കളെ ആ ഒരു കാര്യത്തിലാണ് എത്തിക്കുന്നത്. പെട്ടെന്ന് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്ത് എത്തിച്ചിട്ടുള്ളത്. ഇന്നലെയാണ് ആ വിവരം അറിയുകയും അത് ഉടൻ തന്നെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം ജില്ലയിൽ പൂർത്തിയായിട്ടുണ്ട്. 11 മണിയോടുകൂടി രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് നിന്ന് നേരെ അടൂരിൽ എത്തിച്ചേരും. ജില്ലയിലെ പരിപാടി, കേരളത്തിലെ രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ പരിപാടി പത്തനംതിട്ട ജില്ലയിലാണ് നടക്കുന്നതെന്ന് കൂടി പ്രത്യേകതയുണ്ട്. വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ ഉള്ളത്. ശരി, VV അരുൺ കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി കേരളത്തിലെത്തിയപ്പോൾ കോൺഗ്രസ് ഉന്നയിച്ചിരുന്ന ഒരു പ്രധാന ആരോപണമായിരുന്നു BJP CPM ഡീൽ എന്നത്. അതൊക്കെ പൊളിച്ചെടുക്കുന്ന രീതിയിലായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം. അതുപോലെ തന്നെ കോൺഗ്രസിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ നരേന്ദ്രമോദി ഉന്നയിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ മറികടക്കുന്ന രീതിയിലായിരിക്കുമ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രചരണ രീതി ഉണ്ടാവുക എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വരവ് തീർച്ചയായിട്ടും കോൺഗ്രസ് UDF ക്യാമ്പിന് വലിയ ആവേശവും ആത്മവിശ്വാസവും നൽകുമെന്ന് തന്നെയായിരിക്കും. കാരണം രാഹുൽ ഗാന്ധി തന്നെയാകും ആ രീതിയിൽ കോൺഗ്രസിൻ്റെ സ്റ്റാർ ക്യാമ്പയിനർമാരിൽ ഏറ്റവും പ്രധാനി. മാത്രമല്ല, ഡീൽ ആരോപണം കോൺഗ്രസ്സാണ് ആദ്യം ഉയർത്തിയത്. സംസ്ഥാനത്ത് CPM BJP ഡീൽ എന്ന ആരോപണമാണ് ഉയർത്തിയത്. അത് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ആരോപണം അത് പിന്നീട് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ മറ്റു നേതാക്കളും സംസ്ഥാന നേതാക്കൾ ഏറ്റെടുത്തത് മാത്രമല്ല, രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ ആ നിലപാട് ശക്തമായി തന്നെ ഉന്നയിച്ചു. CPM BJP ഡീലുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ദേശീയതലത്തിൽ CPM-ഉം കോൺഗ്രസും. അത്തരമൊരു പാർട്ടിയാണ് ഇത്തരത്തിൽ CPM-നെതിരെ ഡീൽ ഉന്നയിച്ചത്. അങ്ങനെ BJP-യുമായി ഡീൽ ഉണ്ടാക്കുന്ന പാർട്ടിയുമായാണോ ദേശീയതലത്തിൽ നിങ്ങൾക്ക് കൂട്ടുക എന്ന ചോദ്യം കോൺഗ്രസിനെതിരെ ഉയർന്നു. CPM-നെതിരെയും സമാനമായ ആരോപണം ഉയർന്നു. കാരണം CPM കോൺഗ്രസും BJP-യും തമ്മിൽ ഡീൽ എന്ന ശക്തമായ ആരോപണം CPM ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ ഉന്നയിച്ചു. മുഖ്യമന്ത്രി നിരന്തരം ആ ആരോപണം ED സതീശനെതിരെ പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ചു. അങ്ങനെ ഇന്ത്യ മുന്നണി 2 കക്ഷികളുടെ തമ്മിലുള്ള ദേശീയതലത്തിലെ ബന്ധം പോലും വഷളാക്കുന്ന തരത്തിലേക്ക് ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പിലെ ഡീൽ ആരോപണം മാറി. ഈ സാഹചര്യത്തിൽ എന്ത് നിലപാട് രാഹുൽ ഗാന്ധി ആ വിഷയത്തിൽ സ്വീകരിക്കുമെന്ന് നിർണായകമാണ്. മാത്രമല്ല, BJP നേതാവ് കൂടിയായ നരേന്ദ്രമോദി
നടത്തിയ പ്രസ്താവനകൾ, നരേന്ദ്രമോദി വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടി രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഉണ്ടാകും. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ വരവ് UDF ക്യാമ്പിന്, കോൺഗ്രസ് ക്യാമ്പിന് വലിയ ആത്മവിശ്വാസവും ആവേശവും നൽകുന്നത് തന്നെയായിരിക്കും. അനുശ്വരി. ശരി, ശശിനാരായണനും VV അരുണുമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രചരണ പരിപാടി ഇന്ന് കൊല്ലത്ത് നടക്കും. കൊട്ടാരക്കര, ചടയമംഗലം മണ്ഡലങ്ങളിലാണ് പ്രചരണം. കൂടുതൽ വിവരങ്ങളുമായി S വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ CPM-നെതിരെ ഉയർന്നിരുന്ന ആരോപണങ്ങളോടൊക്കെ വലിയ രൂക്ഷമായ രീതിയിലായിരുന്നു മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നത്. ഇന്ന് പ്രചാരണം നടക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും മുഖ്യമന്ത്രി ആ പ്രചരണത്തെ കാണുക എന്നുള്ളതാണ് പ്രസക്തം. തീർച്ചയായും ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. 10 മണിക്കാണ് മാധ്യമങ്ങളെ കാണുന്നത്. തുടർന്ന് 11 മണിക്ക് ചവറ നിയോജക മണ്ഡലത്തിലെ പ്രചരണ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. അതിനുശേഷം പിന്നീട് 4 മണിക്കാണ് കൊല്ലം നിയോജക മണ്ഡലത്തിലെ അഞ്ചാലമൂട്ടിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുക. അതിനുശേഷം 5 മണിക്ക് ഒരു പരിപാടിയുണ്ട്. അത് കൊട്ടാരക്കരയിലാണ് എത്തുക. കൊട്ടാരക്കരയിൽ എത്തുകയും പൊതുയോഗമുണ്ട്. അതിനുശേഷം പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അവസാനത്തെ പരിപാടി മണ്ഡലത്തിലെ കടക്കലിലാണ്. ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ കടക്കലിലാണ്. 6 മണിക്കാണ് ആ പ്രോഗ്രാം പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലുള്ള പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വിപുലമായിട്ടുള്ള ഇപ്പോഴത്തെ സാഹചര്യം ഈ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ആവേശപരമായിട്ടുള്ള പരിപാടികളൊക്കെയാണ് ജില്ലയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി രാവിലെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക്, അതായത് ഒരുപാട് വിമർശനങ്ങൾക്കെല്ലാം മറുപടി എന്നോണം പ്രതികരണം ഉണ്ടാവുമെന്ന് തന്നെയാണ് കരുതുന്നത്. ശരി, S വിനീഷാണ് കൂടുതൽ വിവരങ്ങൾ. CPM ബന്ധം ഉപേക്ഷിച്ച ഐഷ പോറ്റി കോൺഗ്രസിലെത്തും മുൻപ് BJP-യുമായി ചർച്ച നടത്തിയെന്ന് സ്ഥിരീകരിച്ച് പ്രാദേശിക നേതൃത്വം. ഐഷ പോറ്റി ആവശ്യപ്പെട്ട പദവികൾ നൽകാനാവില്ല എന്ന് അറിയിച്ചതുകൊണ്ടാണ് BJP പ്രവേശനം നടക്കാതെ പോയത്. പദവികൾ ആവശ്യപ്പെടുന്നവർക്ക് എല്ലാം അവസരം നൽകാനാകില്ലെന്ന് സംസ്ഥാന നേതൃത്വം നിലപാടെടുത്തുവെന്ന് BJP മണ്ഡലം പ്രസിഡന്റ് News 18-നോട് വ്യക്തമാക്കി. ഈ LDF-ൽ നിന്നും UDF-ൽ നിന്നും നിരവധി നേതാക്കന്മാരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടിയോട് ചേർന്നിട്ടുള്ളത്. ചർച്ച സംസ്ഥാന നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് അവർ കോൺഗ്രസ് ഓപ്റ്റ് ചെയ്തു? കോൺഗ്രസ് ഓപ്റ്റ് ചെയ്ത് എന്താ അവരുടെ ചിലപ്പോൾ ഡിമാൻഡുകൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലായിരിക്കാം. അവർക്ക് അധികാരം മോഹിച്ചു വരുന്നവർക്കെല്ലാം അതെന്താ നമുക്ക് ആഗ്രഹിക്കുന്നതൊക്കെ BJP കൊടുക്കാൻ സാധിക്കും. എന്നാൽ ആരോപണം നിഷേധിച്ച ഐഷ പോറ്റി BJP-യിൽ നിന്നും തനിക്ക് ഇങ്ങോട്ടാണ് ക്ഷണമുണ്ടായതെന്ന് വ്യക്തമാക്കി. പാർട്ടി വിട്ടതിന്റെ പേരിൽ തന്നെ വ്യക്തിഹത്യ ചെയ്യാനാണിപ്പോൾ CPM ശ്രമമെന്നും അവർ ആരോപിച്ചു. സകല പാർട്ടിക്കാരും BJP, കോൺഗ്രസ് തുടങ്ങി വേറെ ചെറിയ പാർട്ടികൾ ഉൾപ്പെടെ ഇടതുപക്ഷത്തിലെ പോലും ചില പാർട്ടികൾ ഉൾപ്പെടെ എന്നോട് പൊതുമണ്ഡലത്തിൽ നിന്ന് മാറരുത്, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ വരണമെന്ന് ഇവരെല്ലാവരും എന്നെ വിളിച്ചതാണ്. കോൺഗ്രസിന്റെ കൂട്ടി ചേരാനായിട്ട് തീരുമാനമെടുത്തു. അത്രയേ ഉള്ളൂ. അല്ലാതെ എങ്ങും പോയി ചേരാൻ ഞാൻ ആലോചിച്ചില്ല. എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ളതേ ഉള്ളൂ. ആരോപണങ്ങൾ എങ്ങനെ വേണേലും ഉന്നയിച്ചോളൂ. ഒരാൾ മാറിയാൽ അവരെ എങ്ങനെ ടാർഗറ്റ് ചെയ്യാമെന്നുള്ളതിന്റെ തെളിവുകളാണ് ഈ കാണുന്നത്. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. സ്ത്രീകളെ പരിഗണിക്കുന്നവരാണെന്ന് പറയുന്ന ഇന്നത്തെ ഇടതുപക്ഷ പാർട്ടി CPIM സ്ത്രീകളെ ഇത്രയേ അവഹേളിക്കുന്ന ഒരു പാർട്ടി വേറെയില്ല. ഐഷ പോറ്റിക്കെതിരെ സമാനമായ ആരോപണം ഇടത് സ്ഥാനാർത്ഥി ധനമന്ത്രി KN ബാലഗോപാലും ഉന്നയിച്ചു. എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ രാഷ്ട്രീയമായിട്ട് ഒരിക്കലും എടുക്കാൻ പാടില്ലാത്ത നിലപാട് ആരെങ്കിലും എടുത്താൽ ജനങ്ങളത് കണ്ടെത്തി അതിനെപ്പറ്റിയുള്ള അഭിപ്രായം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറച്ച വാക്കുകളും വിശ്വാസവും നിലപാടുകളും. ആ നിലപാടുകളിൽ ഉറച്ചു നിന്ന് ചിന്തിക്കുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത്. ജനങ്ങളെ നോക്കും. അവനവന്റെ സൗകര്യമല്ല രാഷ്ട്രീയം. നാടിന്റെ നിലപാടുകളും വികസനവും പൊതുവായ അന്തരീക്ഷവുമാണ്. VV അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, UDF ഇപ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കാരണം നിസ്സാരക്കാരനായ ഒരു നേതാവല്ല, UDF-ന്റെ സ്ഥാനാർത്ഥി തന്നെയാണ് കൊട്ടാരക്കരയിലെ ഐഷ പോറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരമൊരു സ്ഥാനാർത്ഥിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉയരുമ്പോൾ കോൺഗ്രസ് അതിനെ ഏത് രീതിയിലായിരിക്കും ഇതിനെ പ്രതിരോധിക്കുക? CPM അവഗണിച്ചു, അതുകൊണ്ട് CPM വിട്ടു എന്നാണ് ഐഷ പോറ്റി ആദ്യഘട്ടം മുതൽ വ്യക്തമാക്കുന്നത്. എന്നാൽ 3 തവണ MLA, ഒരു ടേം 5 വർഷം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ, ഇത്രയും നൽകിയ ശേഷവും CPM വിട്ടു പോകാനുള്ള കാരണം അധികാരമോഹമെന്ന വിമർശനം ആദ്യഘട്ടത്തിൽ CPM ഉന്നയിച്ചിരുന്നു. ഐഷ പോറ്റി കൊട്ടാരക്കര മത്സരിക്കുമ്പോൾ CPM നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചത് ആദ്യം BJP-യുമായി ചർച്ച നടത്തിയിരുന്നു. അവിടെ ഡീൽ ശരിയാകാത്തത് കൊണ്ടാണ് കോൺഗ്രസിലേക്ക് പോയതെന്നാണ്. ആ ആരോപണം ശരിവയ്ക്കുന്നൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ BJP-യുടെ കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. BJP-യുമായി ചർച്ച നടത്തി ഐഷ പോറ്റിയുടെ ആവശ്യം
അവരുടെ ഡിമാൻഡ് അംഗീകരിക്കാൻ പാർട്ടി കഴിയുമായിരുന്നു. അതായത് പാർട്ടിക്ക് നൽകാൻ കഴിയുന്ന വലിയ പദവിയാണ് അവർ ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് ചർച്ച വഴിമുട്ടുകയും അവർ പിന്നീട് കോൺഗ്രസിലേക്ക് പോവുകയും ചെയ്തത്. കാലുമാറ്റ രാഷ്ട്രീയമാണ് ഏറ്റവും അധികം കൊട്ടാരക്കരയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അത് UDF സ്ഥാനാർത്ഥി ഐഷ പോറ്റി CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവും MLA ആയിരുന്നു. തുടർച്ചയായ 3 തവണ കൊട്ടാരക്കരയിൽ MLA ആയ ആളാണ്. അവരാണ് ഇപ്പോൾ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്നത്. BJP സ്ഥാനാർത്ഥിയാകട്ടെ കഴിഞ്ഞ തവണ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച രശ്മിയാണ്. അങ്ങനെ 2 സ്ഥാനാർത്ഥികളും കാലുമാറ്റ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണെന്ന വിമർശനമാണ് CPM ഇടതുമുന്നണിയും ഉന്നയിക്കുന്നത്. ഇപ്പോൾ BJP-യിൽ അവർ ആവശ്യപ്പെട്ട പദവി ലഭിക്കാത്തത് കൊണ്ടാണ് കോൺഗ്രസിലേക്ക് പോയതെന്നത് ഐഷ പോറ്റിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ്. മാത്രമല്ല അവിടെ കോൺഗ്രസ് ക്യാമ്പിനെയും അത് പ്രതിരോധത്തിലാക്കും. ഐഷ പോറ്റിയെ അവഗണിച്ചതും സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ അവഗണിച്ചു, അവരെ ഒതുക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് അവർ പാർട്ടി വിട്ടതെന്നാണ് ഐഷ പോറ്റിയും കോൺഗ്രസും പറയുന്നത്. അപ്പോൾ അങ്ങനെ അതുമാത്രമല്ല, അവർക്ക് അവർ പല പദവികളും ആഗ്രഹിച്ചു, ആ പദവികൾ ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണെന്ന ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ BJP-യുടെ ഭാഗത്തു കൂടി ഉണ്ടാകുന്നു. കോൺഗ്രസിലേക്ക് എത്തുന്നതിന് മുമ്പ് ആശയപരമായി കുറച്ചുകൂടി ചേർന്ന് നിൽക്കാൻ CPM കഴിഞ്ഞാൽ പിന്നീട് എത്താൻ പറ്റിയ പ്രസ്ഥാനം എന്ന നിലയിൽ കൂടിയാണ് ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വന്നതെന്ന് അവർ അവകാശപ്പെടുമ്പോഴും അങ്ങനെയല്ല. BJP ക്യാമ്പും അവർ സമീപിച്ചിരുന്നു, BJP ക്യാമ്പുമായി ബന്ധപ്പെട്ടിരുന്നു. അവർ അവർ ആഗ്രഹിച്ച പദവി നൽകാൻ BJP തയ്യാറായില്ല. അതുകൊണ്ടാണ് അവർ കോൺഗ്രസിലേക്ക് പോയത്. രണ്ടാം ഓപ്ഷനായാണ് കോൺഗ്രസിനെ ഐഷ പോറ്റി തിരഞ്ഞെടുത്തെന്ന ഒരു വെളിപ്പെടുത്തൽ. അത് ഐഷ പോറ്റി നിഷേധിക്കുന്നെങ്കിൽ പോലും അത് BJP-യുടെ നേതാക്കൾ നേരത്തെയും പറഞ്ഞതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവർ അത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നു. ന്യൂസ് 8-ന്റെ വോട്ട് ചർച്ചയിലാണ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ BJP-യുടെ മണ്ഡലം പ്രസിഡന്റ് ഇന്നലെ കൊട്ടാരക്കര വെച്ച് നടത്തിയത്. അത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒന്നാണ്. CPM-ന് ഒരു ആയുധമായി മാറാവുന്നൊരു വെളിപ്പെടുത്തൽ കൂടിയായത് മാറുകയാണ്. ശരി, VV അരുണാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. പീഡനക്കേസിൽ പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൌൺസിലർ പ്രശോഭ് C. വത്സൻ ഒളിവിൽ തുടരുന്നു. ദളിത് യുവതിയുടെ പരാതിയിലാണ് കേസെടുത്തത്. ഇന്നലെ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സംഭവത്തിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചിരുന്നു. പ്രശോഭിനായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. പീഡന പരാതി ഉയർന്നതോടെ പ്രശോഭിനെ കോൺഗ്രസ് പുറത്താക്കിയിരുന്നു. ഇറാനിലെ ക്രൂഡ് ഓയിൽ US നിയന്ത്രണത്തിൽ കൊണ്ടുവരികയാണ് തന്റെ ലക്ഷ്യമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിനായി ഇറാനിലെ ഖാർഗ് ദ്വീപ് പിടിച്ചടക്കുന്നതുൾപ്പെടെ പരിഗണിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഫിനാൻഷ്യൽ ടൈംസ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപിന്റെ പ്രതികരണം. എന്നാൽ US കരയുദ്ധത്തിന് മുതിർന്നാൽ പേർഷ്യൻ ഉൾക്കടലിലെ സ്രാവുകൾക്ക് ഭക്ഷണമാകുമെന്ന് ഇറാൻ സൈനിക വക്താവ് ഇബ്രാഹിം സോൽഫഖാരി മുന്നറിയിപ്പ് നൽകി. അജയ് സുധാബിജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നു. ട്രംപും അമേരിക്കയും ഇറാനും തമ്മിൽ വീണ്ടും കൂടുതൽ വെല്ലുവിളികളിലേക്ക് കടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇപ്പോഴിതാ ഇറാനിലെ ക്രൂഡ് ഓയിൽ US നിയന്ത്രണത്തിൽ കൊണ്ടുവരികയാണ് തന്റെ ലക്ഷ്യമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. یک روز صبح به طبل تهدید میکوبد و عصر همان روز عقب نشینی میکند. زمانی از مذاکره دم میزند و ساعاتی پس از آن تصمیم به اداره جنگ میگیرد. این فرد بی‌تعادل و کذاب خسارت‌های فراوانی را به مردم آمریکا، اروپا و کشورهای جهان به ویژه کشورهای منطقه غرب آسیا وارد نموده است. رئیس جمهور آمریکا ثابت کرده تنها زبانی که میشناسد زبان زور است. در مقابل تهدیدهای اخیر ترامپ مبنی بر عملیات زمینی یا اشغال هر نقطه‌ای از سرزمین‌های ایران که البته آرزویی بیش نیست اعلام می‌داریم. رزمندگان اسلام مدت هاست در انتظار چنین اقداماتی به سر میبرند تا ثابت نمایند که تجاوز و اشغال نتیجه‌ای جز اسارت تحقیرآمیز و قطع شدن و مفقود شدن متجاوزان را در بر نخواهد داشت و فرماندهان و سربازان آمریکایی خوراک خوبی برای کوسه‌های خلیج فارس خواهند شد. ഇറാൻ സൈനിക വക്താവായ ഇബ്രാഹിം സോൽഫഖാരിയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. അജയ് സുധാബിജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, അമേരിക്കയും ഇറാനും തമ്മിൽ ഇപ്പോൾ കൂടുതൽ വെല്ലുവിളികളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇനി യുദ്ധം ഏത് രീതിയിലായിരിക്കും പുരോഗമിക്കുക? അനുശ്രീ, കരയുദ്ധം ആരംഭിക്കുമെന്ന് ട്രംപ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാലും അതിൻ്റെ സാധ്യതകൾ തന്നെയാണ് മുന്നിൽ കാണുന്നത്. ട്രംപ് ഇപ്പോൾ കൂടുതൽ ഭീഷണികൾ ഇറാനെതിരെ മുന്നോട്ട് വയ്ക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹം ഫിനാൻഷ്യൽ ടൈംസ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതിൽ അദ്ദേഹം എടുത്തു പറയുന്ന, എല്ലാവരും ശ്രദ്ധിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഇറാനിലെ ക്രൂഡ് ഓയിൽ US-ന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുമെന്നാണ്. അതായത് വെനസ്വേലയ്ക്ക് സമാനമായി ഈ ഇറാനുള്ളിലെ ക്രൂഡ് ഓയിൽ എക്സ്പോർട്ടും അതുപോലെ മറ്റ്
വിതരണ ശൃംഖലയും എല്ലാം US-ന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ഇത് US-ന് ഒരു നേട്ടമാക്കി മാറ്റാൻ തന്നെയാണ് തൻ്റെ ശ്രമം എന്നാണ് ട്രംപ് നിലവിൽ ഈ ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ ന്യൂയോർക്കിലുള്ള പലരും തന്നോട് ഇത് എന്തിനാണ് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാം മഠയന്മാരാണ് എന്നാണ് ട്രംപ് ഈ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്ന മറ്റൊരു കാര്യം. അതുപോലെ തന്നെ അദ്ദേഹം എടുത്തു പറയുന്നു, ഇറാൻ ഈ US മുന്നോട്ട് വച്ച 15 നിർദ്ദേശങ്ങളിൽ ഭൂരിഭാഗവും അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് അംഗീകരിക്കാനുള്ളത്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകൾ മികച്ച രീതിയിലാണ് പുരോഗമിക്കുന്നത് എന്നെല്ലാമാണ് ട്രംപിന്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത്. എന്നാൽ ഇറാൻ ഈ 15 നിർദ്ദേശങ്ങൾ നേരത്തെ റിജക്റ്റ് ചെയ്തതായിട്ടാണ് നമുക്ക് വാർത്തകളെല്ലാം ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ട്രംപ് പറയുന്നു അവയിൽ ഭൂരിഭാഗവും അംഗീകരിച്ചെന്ന്. അതുപോലെ തന്നെ ട്രംപ് പറയുന്നു ഇറാനിൽ ഇപ്പോൾ തന്നെ ഒരു നേതൃമാറ്റം കൊണ്ടുവന്ന് കഴിഞ്ഞു. തങ്ങൾ ആദ്യത്തെ ഭരണത്തിൽ ഇരുന്നിരുന്ന ഗ്രൂപ്പിനെ പൂർണ്ണമായി ഇല്ലാതാക്കി. രണ്ടാമത്തെ ഗ്രൂപ്പിലെ ഭൂരിഭാഗം പേരെയും കൊന്നുകളഞ്ഞു. ഇപ്പോൾ മൂന്നാമത്തെ ഗ്രൂപ്പുമായിട്ടാണ്, അതായത് ഭരണത്തിലിരിക്കുന്ന മൂന്നാമത്തെ ഗ്രൂപ്പുമായിട്ടാണ് തങ്ങൾ നിലവിൽ ആശയവിനിമയം നടത്തുന്നത് എന്നാണ് ട്രംപ് പറയുന്നത്. അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞത് പാകിസ്ഥാൻ വഴി ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇറാനുമായി ചർച്ചകൾ നടക്കുന്നത് എന്നുള്ള കാര്യമാണ്. അതായത് ആദ്യഘട്ടത്തിൽ ട്രംപ് നേരിട്ടുള്ള ചർച്ചകൾ എന്ന് തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ ഇറാൻ ഇത് പിന്നീട് തള്ളിക്കളഞ്ഞിരുന്നു. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി വ്യക്തമാക്കിയ കാര്യം, ചില സുഹൃത്ത് രാജ്യങ്ങൾ വഴി അമേരിക്ക ചില സന്ദേശങ്ങൾ ഇറാൻ അയച്ചു. അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഇറാൻ ചില ഉപാധികൾ മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്തത് എന്നുള്ള വിശദീകരണമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നത്. ഇപ്പോൾ ട്രംപ് ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള രീതിയിലെ ഒരു വിശദീകരണം തന്നെയാണ് നൽകുന്നത്. ഈ പാകിസ്ഥാനുമായി ചേർന്ന് ഒരു ഇൻഡയറക്റ്റ് ചർച്ചകൾ ഇറാനുമായി നടത്തുന്നു എന്ന് ട്രംപ് നിലവിൽ പറയുന്നു. എന്നാൽ ട്രംപിന്റെ ഈ ഭീഷണികൾക്ക് മറുപടി എന്നോണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു രൂക്ഷമായിട്ടുള്ള പ്രതികരണം വരുന്നു. അവരുടെ സൈനിക വക്താവായിട്ടുള്ള ഇബ്രാഹിം സോൾഫഗാരിയാണ് ഇത്തരമൊരു വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് US കരയുദ്ധത്തിന് മുതിരുകയാണെങ്കിൽ US-ന്റെ സൈനികർ പേർഷ്യൻ കടലിലുള്ള സ്രാവുകൾക്ക് ഭക്ഷണമായി തീരും എന്നതാണ് ഇപ്പോൾ ഇബ്രാഹിം സോൾഫഗാരിയുടെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫ് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയും പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് US പരസ്യമായി നയതന്ത്രമെന്ന് പറയുമ്പോഴും രഹസ്യമായി കരയുദ്ധത്തിന് ശ്രമിക്കുകയാണ് എന്നാണ് മുഹമ്മദ് ബാഖിർ ഖാലിബാഫി പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു കരയുദ്ധത്തിന് US മുതിർന്നാൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകും എന്നതാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പ്രതികരണം. ഇത് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തകളെ തുടർന്നാണ് ഇറാൻ ഇപ്പോൾ ഇത്തരമൊരു വെല്ലുവിളി നടത്തുന്നത്. അതായത് കഴിഞ്ഞ ദിവസം 3500 US മറൈനുകളെ പശ്ചിമേഷ്യയിൽ വിന്യസിക്കുന്നു എന്നുള്ള തരത്തിലെ വാർത്തകൾ വന്നിരുന്നു. US-ന്റെ ഒരു പടക്കപ്പലുമാണ് ഇവരുമായിട്ട് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ എത്തിച്ചേർന്നത്. ഇതിനു മുൻപേ 2000 പേരെ വിന്യസിച്ചതായിട്ട് വാർത്തകൾ വന്നിരുന്നു. മൊത്തം 10,000 US സൈനികരെ ഇവിടേക്ക് പശ്ചിമേഷ്യയിൽ കൂടുതലായി കൊണ്ടുവരാനാണ് US ആലോചനയിലുള്ളത് എന്നതാണ് ഒരു അഭ്യൂഹം എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും ഇറാനിൽ ഒരു കരയുദ്ധത്തിലേക്ക് കടക്കാനാകും US-ന്റെ ഒരു പ്ലാൻ എന്നുള്ള രീതിയിലെല്ലാം വാർത്തകൾ വന്നിരുന്നു. എന്തായാലും ട്രംപിന്റെ ഇന്നത്തെ പ്രസ്താവന ഖാർഗ് ഐലൻഡ് US-ന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് ഇറാനിലെ ഒരു എണ്ണ വിതരണം അത് US-ന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരും എന്നത് ഇത്തരത്തിൽ കരയുദ്ധത്തിന് US മുതിരുകയാണോ എന്ന സംശയങ്ങൾ അത് കൂടുതൽ ശക്തമാക്കുന്നുണ്ട്. ഖാർ ദ്വീപ് എന്ന് പറയുന്നത് ഇറാന്റെ തെക്ക് ഭാഗത്ത് പേർഷ്യൻ കടലിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ്. ഇവിടെ ഇറാന്റെ ചില പവർ പ്ലാന്റുകൾ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് പ്രധാനമായിട്ടും ഇറാന്റെ ഒരു ക്രൂഡ് ഓയിൽ ഉൽപാദന അതുപോലെ തന്നെ വിതരണ കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടം കീഴടക്കി ഇവിടെയുള്ള ഒരു എക്സ്പോർട്ടിംഗ് ഹബ്ബ് അത് തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു കരയുദ്ധത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഓശാന ഞായറായിരുന്നു. അപ്പോൾ ആ സമയത്ത് പുറത്തു വന്നിട്ടുള്ള പോപ്പ് ലിയോ 14 ഒരു പ്രസ്താവന കൂടി നിലവിൽ ചർച്ചയാകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ യുദ്ധം ആരംഭിച്ചു വെച്ചവരുടെ പശ്ചിമേഷ്യയിലുള്ള യുദ്ധം ആരംഭിച്ചു വെച്ചവരുടെ പ്രാർത്ഥന ഒരിക്കലും ദൈവം കേൾക്കില്ല. അവരുടെ പ്രാർത്ഥനകൾ ദൈവം തള്ളിക്കളഞ്ഞു കഴിഞ്ഞു. അവരുടെ കൈകളിൽ നിലവിൽ രക്തക്കറകൾ മാത്രമാണ് എന്നാണ് പോപ്പ് ലിയോ 14 ഈ യുദ്ധത്തെ അനുശോചിച്ചുകൊണ്ട് പറഞ്ഞത്. അതേസമയം ഇപ്പോഴും പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തന്നെ തുടരുകയാണ്. കുവൈറ്റിലെ ഒരു പവർ പ്ലാന്റ് നിലവിൽ ആക്രമണ വിധേയമായിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടതായി കുവൈറ്റ് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ
തെക്കൻ ലെബനനിലും പോരാട്ടം ശക്തമാണ്. തെക്കൻ ലെബനനിലുള്ള കൂടുതൽ പ്രദേശങ്ങൾ തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നതായിട്ടാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. അതേസമയം ഇസ്രായേലിനെതിരെയുള്ള ഹൂതി വിമതരുടെ ഒരു പോരാട്ടവും തുടരുകയാണ്. ഹൂതി വിമതർ ഇസ്രായേലിലേക്ക് അയച്ച കൂടുതൽ ഡ്രോണുകൾ നശിപ്പിച്ചതായിട്ട് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇറാനിലുള്ള ഒരു പെട്രോ കെമിക്കൽ പ്ലാന്റ് ഇസ്രായേൽ നിലവിൽ ആക്രമിച്ച് തകർത്തതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ടെഹ്റാനിലും നിരവധി സ്ഫോടനങ്ങളുണ്ട്. ഇറാൻ തിരിച്ചു നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ തെക്കൻ ഭാഗത്തുള്ള ഒരു വ്യാവസായിക മേഖലയിൽ കടുത്ത ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു കെമിക്കൽ ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള രീതിയിലെ സംശയങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഒരു ആശങ്കയ്ക്ക് തെക്കൻ ഇസ്രായേലിൽ ഒരു ആശങ്കയ്ക്ക് കാരണമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും പോരാട്ടങ്ങൾ ശക്തമായി തന്നെ തുടരുകയാണ്. ഇതിനിടെ പശ്ചിമേഷ്യയിൽ ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിയിരുന്ന 2 ഇന്ത്യൻ കപ്പലുകൾ നിലവിൽ ഇന്ത്യയിലേക്ക് യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അജയ്, അതുപോലെ തന്നെ ഈ പാകിസ്ഥാനിൽ പുരോഗമിക്കുന്ന ചർച്ചയിൽ ഈ സംഘർഷം ലഘൂകരിക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? പാകിസ്ഥാനിൽ ഇന്നലെ ചില ഇറാനും US-ഉം ഈ ചർച്ചകളിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിലാണ് ചില ചർച്ചകൾ നടന്നത്. അപ്പോൾ ഈ ചർച്ചയിൽ യുദ്ധം പെട്ടെന്ന് തീർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ചയായതായിട്ടാണ് പറയുന്നത്. ഇത് ഒരു ദ്വിദിന ചർച്ചയാണ്. ഇന്നും ആ ചർച്ച തുടരും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാലും പാകിസ്ഥാൻ നിലവിൽ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇറാനും അമേരിക്കയും പാകിസ്ഥാനിൽ നടക്കുന്ന ചർച്ചകളോട് മികച്ച രീതിയിലാണ് പ്രതികരിക്കുന്നത് എന്നാണ് പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. നിലവിൽ US-ഉം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പാകിസ്ഥാൻ വഴി മികച്ച രീതിയിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് എന്ന് US-ഉം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ചർച്ചകൾ നടക്കുന്നതായി ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ചില സുഹൃത്ത് രാജ്യങ്ങൾ വഴിയുള്ള സന്ദേശ കൈമാറ്റം മാത്രമാണ് നടക്കുന്നത് എന്നതാണ് ഇറാന്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത്. എന്തായാലും നിലവിൽ ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളത് US കരയുദ്ധത്തിന് മുതിരുമോ, അങ്ങനെ മുതിർന്നാൽ അവർക്ക് തിരിച്ചടികൾ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത എന്നാണ് പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് മലനിരകളും അതുപോലെ തന്നെ മരുഭൂമികളും അടങ്ങുന്ന ഇറാന്റെ ഭൂപ്രകൃതി, അതുവഴി US-ന് ഒരു മുന്നേറ്റം നടത്താൻ സാധിക്കുമോ എന്ന ഒരു കാര്യം പലരും മുന്നോട്ട് വയ്ക്കുന്നു. അതേസമയം തന്നെ US കരയുദ്ധം പൂർണ്ണമായിട്ടും ഒരു കരയുദ്ധം നടത്താതെ വ്യോമസേനയുടെ സഹായത്തോടെ കുറച്ച് ട്രൂപ്പുകളെ മാത്രം അയച്ചുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ മാത്രമാകും നടത്താൻ പോകുക എന്നുള്ള ചില കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു. ഇത് വാഷിംഗ്ടൺ പോസ്റ്റാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു റിപ്പോർട്ടായി പുറത്തുവിട്ടത്, ഒരു മുതിർന്ന US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട്. എന്നാൽ ട്രംപ് നിലവിൽ ഔദ്യോഗികമായി ഇക്കാര്യങ്ങളൊന്നും സ്ഥിരീകരിക്കുന്നില്ല. നിലവിൽ ഔദ്യോഗികമായി അദ്ദേഹം ഇതിന് കരയുദ്ധത്തിന് ഒരു അനുമതി കൊടുത്തിട്ടുമില്ല. എന്തായാലും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നിലവിൽ ഏപ്രിൽ 6 വരെയാണ് US ഒരു വെടിനിർത്തൽ, ഇറാനിലുള്ള പവർ പ്ലാന്റുകൾ ആക്രമിക്കുന്നതിൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശരി, അജയ് സുധ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, കൊച്ചിയിൽ ആഡംബര ഹോട്ടലിലെ ലഹരി കേസിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ്. ലഹരിയുടെ ഉറവിടം തേടിയാണ് അന്വേഷണം. ലഹരി സംഘങ്ങളുമായി പ്രതികൾക്കുള്ള ബന്ധം അടക്കം പരിശോധിക്കും. ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ മറവിലായിരുന്നു ലഹരി വിൽപ്പന. നാമി ദിനേശ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നാമി, ഈ കൊച്ചിയിലെ ആഡംബര ഹോട്ടലിലെ ലഹരി കേസ് അത് വമ്പൻ ലഹരിക്കടത്ത് സംഘങ്ങളിലേക്ക് കൂടിയാണോ വിരൽ ചൂണ്ടുന്നത്? അനുശ്രീ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം കസ്റ്റംസ് കൂടി ഈ അന്വേഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. ഉടനെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ഈ ഷോൺ കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിൽ ഒരു ലഹരി പാർട്ടി, ക്രൂയിസിൽ ഒരു ലഹരി പാർട്ടി സംഘടിപ്പിച്ചിരുന്നു. അന്ന് ചെറിയൊരു, അതായത് ഈ വിവരം പോലീസിന് ലഭിക്കുകയും കസ്റ്റംസിന് വിവരം ലഭിക്കുകയും കസ്റ്റംസ് ഈ ക്രൂയിസിലെത്തി പരിശോധന നടത്തുന്ന സമയത്ത് തന്നെ ഇവർ കയ്യിൽ കരുതിയിരുന്ന ലഹരി കടലിലേക്ക് വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ തലനാടിരയ്ക്കാണ് അന്ന് ഇവർ രക്ഷപ്പെട്ടത്. അപ്പോൾ തന്നെ കസ്റ്റംസ് ഇവരെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള വല വീശിയിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഹോട്ടൽ വെച്ച് സമാനമായ രീതിയിൽ ലഹരി പാർട്ടി നടത്തുകയും പോലീസ് അവരെ പിടികൂടുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഈ 8 പേരെയും പോലീസ് വിട്ടത് കാരണം അവരുടെ കയ്യിൽ അളവിൽ കുറഞ്ഞ രീതിയിലുള്ള ലഹരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പോലീസ് പറയുന്നത്, കസ്റ്റംസും ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്, ഇവർ നിരന്തരം ഇത്തരത്തിലുള്ള ക്രൂയിസുകളിലും ആഡംബര ഹോട്ടലുകളിലും ഇത്തരത്തിലുള്ള പാർട്ടികൾ സംഘടിപ്പിച്ച് ലഹരി കച്ചവടം നടത്തുകയും ലഹരി ഉപയോഗിക്കുന്നവരുമാണെന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഒപ്പം ഇവർക്ക് വിദേശത്ത് നിന്നാണ്
ഇത്തരത്തിലുള്ള മാരക ലഹരി എത്തുന്നത് എന്നുകൂടി അന്വേഷണ സംഘത്തിന് വ്യക്തമായി. അങ്ങനെയാണെങ്കിൽ ആരാണ് ഇവരെ ഇതൊക്കെ എത്തിച്ചു നൽകുന്നത്, ആരാണ് ഇതിൽ പങ്കാളികളായിട്ടുള്ളത്, ഇക്കാര്യങ്ങൾ വിശദമായിട്ടുള്ളൊരു അന്വേഷണം നടത്തുകയാണ് കസ്റ്റംസ്. ഇതിൽ ഒരു ഹോട്ടൽ മാനേജ്മെന്റിന്റെ മറവിലാണ് ഇത്തരത്തിൽ വലിയ ഒരു മയക്കുമരുന്ന് ശൃംഖല പ്രവർത്തിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ഒരാളാണ് ഷാരോൺ എന്നുകൂടി അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഷാരോണിനെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ അല്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നത് നിസ്സംശയം നമുക്ക് പറയാനും സാധിക്കും. കസ്റ്റംസ് എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത്. അതിൽ ഡോക്ടർമാരുണ്ട്, ന്യൂട്രീഷ്യനുണ്ട്, ദന്ത ഡോക്ടറുണ്ട്, ഹോട്ടൽ മാനേജ്മെന്റ് ഉണ്ട്, ഹോട്ടൽ ഉടമകളുണ്ട്. അങ്ങനെ വലിയ പ്രൊഫൈലിലുള്ള ആളുകളാണ് ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുകയും അതിന്റെ മറവിൽ വലിയ രീതിയിൽ കച്ചവടം നടത്തുകയും ചെയ്തതെന്നാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ വർഷം നടത്തിയ ഈ ക്രൂയിസിൽ നടത്തിയ ഈ ലഹരി പാർട്ടിയെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിൽ മറ്റാരെങ്കിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടോ, ഇവർക്ക് എവിടെ നിന്നാണ് ലഹരി എത്തുന്നത്, ഇതിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. കൊച്ചിയിലെ ഒരു ആഡംബര ഹോട്ടലിൽ വെച്ചായിരുന്നു ഇവർ ഒരു ലഹരി പാർട്ടി സംഘടിപ്പിക്കുകയും ഒരു DJ പാർട്ടി സംഘടിപ്പിക്കുകയും അതിൽ ഈ ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള ലഹരികൾ സുലഭമായി ലഭിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് വരികയും ഒക്കെ ചെയ്തു. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവർ 8 പേരെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ അളവിൽ കുറഞ്ഞ പദാർത്ഥമാണ് ഇവരുടെ കയ്യിലുണ്ടായിരുന്നത്. അതുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ അന്വേഷണ സംഘം ഇതിന്റെ തുടർ നടപടികളിലേക്ക്, തുടർ അന്വേഷണത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. അനുശ്രീ. ശരി, നവമി ദിനേശാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധിയെഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. ഫ്ലാഷ് ന്യൂസുകളും ബ്രേക്കിംഗ് ന്യൂസുകളും പുറം കാഴ്ചകളായി ഓടിമറയും. കാഴ്ചകൾ വിശാലമായിരിക്കണം. ഒരു വശം മാത്രമല്ല, എല്ലാ വശവും നമ്മളിലേക്ക് എത്തണം. ന്യൂസ് ട്രെൻഡ്സ്, വസ്തുതാപരമായ വിശകലനങ്ങളോടെ വാർത്തയുടെ വിശാലമായ കാഴ്ചയിലേക്ക്. Today the world changes at every fraction of a second. തീരുമാനങ്ങൾ, സംഭവങ്ങൾ, അതിവേഗ മാറ്റങ്ങൾ, പ്രതിസന്ധികൾ, ഉയർന്ന ശബ്ദങ്ങൾ. In a world moving this fast, staying ധർമ്മടത്തെ UDF
സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദിനെ വാഹന പ്രചാരണ ജാഥയ്ക്കിടെ ആക്രമിക്കാൻ ശ്രമിച്ചതായി പരാതി. അഞ്ചരക്കണ്ടി മുഴപ്പാല കൈതപ്രത്ത് പ്രസംഗത്തിനിടയിലാണ് സംഭവമുണ്ടായത്. CPM പ്രവർത്തകൻ ലിജുവിനെതിരെയാണ് പരാതി. UDF പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തളിപ്പറമ്പിലെ UDF സ്ഥാനാർത്ഥി TK ഗോവിന്ദന്റെ വാഹനത്തിന് നേരെയും ആക്രമണ ശ്രമം നടന്നതായാണ് പരാതി. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഈ ആക്രമണത്തിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ആസൂത്രണങ്ങൾ നടന്നിട്ടുണ്ടോ? ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തെരഞ്ഞെടുപ്പ് പ്രചരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം കണ്ണൂരിലെ പല മണ്ഡലങ്ങളിലും വലിയ വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. പ്രത്യേകിച്ചും ധർമ്മടം, ഒപ്പം തളിപ്പറമ്പ്, പയ്യന്നൂർ. പ്രത്യേകിച്ചും തളിപ്പറമ്പിലും പയ്യന്നൂരിലും മറ്റും CPM-ൽ നിന്ന് വിട്ടുപോയവർ തന്നെയാണ് സ്ഥാനാർത്ഥികളായി ഉള്ളത്. വാശിയേറിയ പ്രചരണം ഇരുഭാഗത്തുമുണ്ട്. UDF പ്രവർത്തകരുടെ പിന്തുണ ഇരു സ്ഥാനാർത്ഥികൾക്കുമുണ്ട്. UDF-ന്റെ പിന്തുണയുണ്ട് എന്ന് നമുക്കറിയാം. അവിടെയാണ് കഴിഞ്ഞ ദിവസം വരെ സമാധാനമായി പോയിക്കൊണ്ടിരുന്ന പ്രകടനത്തിന് നേരെ ഇന്നലെ രാത്രി 9:30 തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി മുൻ CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ TK ഗോവിന്ദന്റെ തെരഞ്ഞെടുപ്പ് വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ആദ്യം ഒരു പ്രവർത്തകൻ ഈ തെരഞ്ഞെടുപ്പ് വാഹനം തടയുകയായിരുന്നു. പിന്നീട് കൂട്ടത്തോടെ വന്ന പ്രവർത്തകർ ഈ വാഹനം പൂർണ്ണമായും നിർത്തുകയും LED മറ്റും വഹിച്ചുകൊണ്ടുള്ള വാഹനമായിരുന്നു. LED ലൈറ്റുകൾ ഓഫാക്കുകയും മറ്റും ചെയ്തു. തുടർന്ന് ആ മേഖലയിൽ ചെറിയ സംഘർഷവും മറ്റും ഉണ്ടായി എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെതിരെ പോലീസിൽ UDF പ്രവർത്തകർ പരാതി നൽകിയിട്ടുണ്ട്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മലപ്പട്ടം സെൻട്രലിൽ വെച്ചായിരുന്നു ഈ ആക്രമണ സംഭവം ഉണ്ടായിരുന്നത്. CPM പ്രവർത്തകർ തടഞ്ഞ ശേഷം ആക്രമിക്കുകയായിരുന്നു എന്നാണ് കോൺഗ്രസ്, UDF-ഉം ഒപ്പം TK ഗോവിന്ദനും നൽകിയ പരാതി. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് കേസെടുക്കുകയും മറ്റും ചെയ്തിരിക്കുന്നത്. FIR രജിസ്റ്റർ ചെയ്ത പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിക്കുന്നത് UDF സ്ഥാനാർത്ഥി ശ്രീ VP അബ്ദുൾ റഷീദാണ്. VP അബ്ദുൾ റഷീദിന്റെ വാഹനത്തിന് നേരെയും ഇന്നലെ ആക്രമണം ഉണ്ടായി എന്നാണ് പരാതിയുള്ളത്. അഞ്ചരക്കണ്ടി മുഴപ്പാല കൈതപ്രത്ത് വെച്ചാണ് ഈ ആക്രമണ ശ്രമം ഉണ്ടായത് എന്നും പരാതിയിലുണ്ട്. ആദ്യം CPM പ്രവർത്തകൻ ലിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത്തരമൊരു അക്രമ സംഭവത്തിലേക്ക് വന്നത് എന്നാണ് മനസ്സിലാകുന്നത്. തുടർന്ന് അബ്ദുൾ റഷീദിന്റെ പ്രചാരണ വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടാകുകയും ബൈക്ക് അടക്കം ഈ പ്രചാരണ വാഹനത്തിനൊപ്പം ഉണ്ടായിരുന്ന ബൈക്കുകൾ അടക്കം സംഘർഷം ഉണ്ടാവുകയും മറ്റും ചെയ്തു. സ്ത്രീകളടക്കമുള്ള സംഘം ഇതിന് പിന്നിലുണ്ട് എന്ന ആരോപണമുണ്ട്. ഇതിനിടയിൽ ഒരു ബൈക്കിന്റെ താക്കോൽ ഊരി എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യമൊക്കെ സൃഷ്ടിച്ചു. അവിടെയും നിരവധി തവണ പോലീസ് എത്തുകയും സംഘർഷഭരിതമായ സാഹചര്യം ഉണ്ടാവുകയും മറ്റുമായിരുന്നു. തുടർന്നാണ് 2 കേസുകളിലും പോലീസ് FIR ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന ചില ആളുകളുടെ പേര് ചേർത്താണ് ഇപ്പോൾ FIR രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്നലെ DCC അധ്യക്ഷനും മറ്റും പറഞ്ഞത് മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമമാണെന്നും പരാജയഭീതിയിൽ പല മണ്ഡലങ്ങളിലും പരാജയഭീതിയിൽ ഇത്തരം പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയാണ് എന്നും മറ്റുമാണ്. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ ജില്ലയിലേക്ക് എത്തുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇവരടക്കം വന്നു കഴിഞ്ഞാൽ പ്രതിഷേധ പരിപാടികൾക്ക് UDF നേതൃത്വം ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും വീറും വാശിയും നിറഞ്ഞ ഒരു പോരാട്ടം തന്നെയാണ് കണ്ണൂരിലെ എല്ലാ മണ്ഡലങ്ങളിലും ഉള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമുക്കറിയാം പല കോട്ടകളും CPM-ന്റെ പല കോട്ടകളും കണ്ണൂർ ജില്ലയിലുണ്ട്. ആ കോട്ടകൾ ഇളക്കാനുള്ള അതിതീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസും UDF-ഉം മറ്റുമുള്ളത്. അതിനായി തന്നെ വളരെ കൃത്യമായി തന്നെ LDF വിട്ടുവന്ന അല്ലെങ്കിൽ CPM വിട്ടുവന്ന അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ പിന്തുണയ്ക്കുകയും മറ്റുമുണ്ട്. ഇന്ന് മുതൽ കൂടുതൽ പ്രവർത്തകർ സ്ക്വാഡുകളായി തിരിഞ്ഞ് ഈ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഇറങ്ങുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. NK പ്രേമേന്ദ്രൻ അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട UDF നേതാക്കൾ ജില്ലയിലേക്ക് എത്തുകയും ഈ പ്രചരണം നയിക്കുകയും ചെയ്യും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. അങ്ങനെ പ്രചരണം അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കണ്ണൂർ ജില്ലയിൽ സംഘർഷങ്ങൾ ഉടലെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. അനുശ്രീ, ശരി. രഞ്ജിത്ത് രാമചന്ദ്രനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾക്കുള്ള മറുപടി പറയാൻ ഞങ്ങൾക്ക് സമയമില്ലെന്ന് പയ്യന്നൂരിലെ LDF സ്ഥാനാർത്ഥി TK മധുസൂദനൻ. ചുവരെഴുത്ത് മായ്ച്ചു എന്ന ആരോപണമൊന്നും LDF-ഉമായി ബന്ധപ്പെട്ടതല്ല. രാഷ്ട്രീയം പറയാതെ വെറുതെ വാചകമടിക്കുകയാണ് കുഞ്ഞികൃഷ്ണനെന്നും മധുസൂദനൻ ന്യൂസ് 18-നോട് പറഞ്ഞു. എല്ലാം പരിചയമുള്ള മുഖങ്ങളാണല്ലോ. തീർച്ചയായിട്ടും ഞങ്ങൾ ഇടക്കിടക്ക് ഞങ്ങളോട് സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കുന്ന മുതിർന്നവരും സഹോദര തുല്യമായ പരിഗണന നൽകുന്ന എല്ലാവരും ഉള്ള ഒരു നാടാണ് നമ്മുടെ ഈ നാട്. ഇത് നമ്മുടെ മണ്ഡലത്തിൻ്റെ ഏറ്റവും ഉയരത്തിലുള്ളൊരു പ്രദേശം. വലിയ മണ്ഡലവും കൂടിയാണ്. വലിയ മണ്ഡലമാണ്. അറബിക്കടൽ മുതൽ പശ്ചിമഘട്ടം വരെ എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ആ നിലയിലുള്ളൊരു മണ്ഡലമാണ്. ഇവിടുത്തെ കുറേ കൂടി കയറിയാൽ സ്നേഹഭവൻ എന്ന് പറയുന്ന അന്തേവാസികളായിട്ടുള്ള ആളുകളൊക്കെ നിൽക്കുന്നവർ താമസിക്കുന്നൊരു സ്ഥലമുണ്ട്. കന്യാസ്ത്രീകൾ നടത്തുന്നിടത്താണ്. ഞങ്ങളൊക്കെ ഇടക്ക് ഒരു തീർത്ഥാടനം പോലെ എന്ന് പറയില്ല, അതുപോലെ സന്ദർശിക്കുന്നൊരു സ്ഥലമാണ്. അവരെപ്പോഴും ചേർത്ത് പിടിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിന് ശ്രമിക്കുന്ന അനുഭവങ്ങളുടെ സ്ഥലം കൂടിയാണ്. ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത
എതിരാളി എന്ന് പറഞ്ഞ ആൾ അതിൻ്റെ പ്രത്യേകതയാണ്. ഉന്നയിച്ച ആരോപണങ്ങൾ ഈ അന്തരീക്ഷത്തിലുണ്ട്. എന്താണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ സഞ്ചരിക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു പ്രതിഫലനം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ടോ? ഒരു പ്രതിഫലനമില്ല. ജനങ്ങൾക്ക് ഞങ്ങൾ ഇത് ആകാശത്തും പൊട്ടി വീണെന്നല്ലല്ലോ, ഈ കാലം മുഴുവൻ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നവർ. ആരോപണങ്ങൾ ആർക്കും ഉന്നയിച്ചുകൂടാത്തത്. ഞങ്ങളുടെ മാന്യതയും അന്തസ്സും ഉള്ളത് കൊണ്ട് ഞങ്ങൾ ആർക്കെതിരായിട്ടൊന്നും പറയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ചിട്ട് ഞങ്ങൾ പറയാറില്ല. ഞങ്ങളുടെ നിലപാട് സമീപനങ്ങളും പറയും. ജനങ്ങളിൽ ഏറ്റവും വലിയ ഞങ്ങളുടെയൊക്കെ നയിക്കുന്നവർ, അവരുടെ മുന്നിൽ ഞങ്ങൾ ശരിയും സത്യവുമാണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. ആ ആവേശം ജനങ്ങളിൽ കാണാനുണ്ട്. അവരത്രയും ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചിട്ടാണ് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഞങ്ങളെ സ്വീകരിക്കുന്നത്. ഇതിനൊന്നും സ്ഥാനാർത്ഥി മറുപടി പറയുന്നില്ല എന്നൊരു ആരോപണമാണ് അദ്ദേഹം ഞങ്ങളോട് നേരത്തെ ഉന്നയിച്ചത്. അയാൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, ഞങ്ങൾക്കിതല്ലല്ലോ പണി. ഞങ്ങൾ ജനങ്ങൾക്കിടയിലെ പ്രവർത്തനം, ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തകർ സാധാരണ ജനങ്ങളോട് ഏത് കാര്യത്തിനും ഉത്തരം പറയേണ്ടവരാണ്. ഞങ്ങളാ ഉത്തരം ഭംഗിയായിട്ട് പറയും. ജനങ്ങളത് അവർക്കതിൻ്റെ സത്യങ്ങളറിയാം. അവരത് ശരിയായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമല്ല. നേരിട്ട് രാഷ്ട്രീയം പറയാൻ ധൈര്യമുണ്ടോ? ഏത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് രാഷ്ട്രീയമുണ്ട്. അത് നാടിൻ്റെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസനത്തിൻ്റെ കാര്യങ്ങളാണ്. എന്ത് രാഷ്ട്രീയം പറയാനുള്ളത്? ഏത് അഴിമതിക്കെതിരായിട്ടുള്ള സമരമാണ് പറയുന്നത്? ചീമേനി രക്തസാക്ഷി ദിനം 5 പേരെ ചുട്ടുകരിച്ച് കൊന്നിട്ടുള്ള ആ ദിവസമാണ് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോയത്. ഏത് ധാർമ്മികതയാണ് ഇവരൊക്കെ നയിക്കുന്നത്? അതുകൊണ്ട് ഇതൊന്നും ഈ ജനങ്ങളുടെ മുന്നിൽ ചിലവാകുന്നൊരു കാര്യമല്ല. ഞങ്ങളൊക്കെ തുറന്ന പുസ്തകമാണ്. ജനങ്ങൾക്ക് ഏത് ഘട്ടങ്ങളിലും ഞങ്ങളെ പരിശോധിക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾക്ക് അതിൽ യാതൊരു ആശങ്കയുമില്ല. ജനങ്ങളെ സംബന്ധിച്ച് അവരാണ് ഞങ്ങളുടെ ഗുരുനാഥന്മാർ. അവരെ ആ നിലയിൽ തന്നെ സ്വീകരിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഈ ചുവരുകെട്ടുകൾ നശിപ്പിച്ചെന്നും പാർട്ടി ഈ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് തുറക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ കൂടി ഉണ്ട്. നിങ്ങൾ തന്നെ പോയിട്ട് അന്വേഷിച്ച് നോക്കുക എന്താ സംഭവം. ഞങ്ങളാരും അറിയില്ല. ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല. ആരിപ്പോൾ ചുമരെഴുതിയാലോ ഓഫീസ് കെട്ടിയാലോ ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അതല്ലേ നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങൾ ഈ വരുന്ന വഴി ഞങ്ങളുടെ പ്രചരണമില്ലാത്ത സ്ഥലമുണ്ടോ? ഞങ്ങളാരെങ്കിലും വന്നിട്ട് കെട്ടിയതാണോ? ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ ഇന്നലെ വരെ ചിലപ്പോൾ ഞങ്ങളോടൊപ്പം പ്രവർത്തനങ്ങളിൽ ഇല്ലാത്തവർ പോലും ആവേശത്തോട് വന്നിട്ട് അവർ ഈ പ്രചരണ പ്രവർത്തനങ്ങളിലൊക്കെ അവരാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെന്തിനാ മറ്റുള്ളവരുടെ നശിപ്പിക്കേണ്ട കാര്യമുള്ളൂ? ഇന്നലെ ഇത് ആദ്യമായൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതാണ്. പ്രചരണ ബോർഡ് നശിപ്പിച്ചതുകൊണ്ടോ എന്തെങ്കിലും മറ്റു ചെയ്തതുകൊണ്ടോ ഇവിടെ കിട്ടേണ്ട വോട്ട് ആർക്കെങ്കിലും കിട്ടാതിരിക്കുകയോ ആരെങ്കിലും ജയിക്കുകയോ തോക്കാതിരിക്കുകയോ ചെയ്യുന്ന സ്ഥിതി വരുമോ? ഞങ്ങൾ അത്തരം ഒരു വിലകറിഞ്ഞ് പണിക്കൊന്നും പോകുന്നവരല്ല. ഇതെല്ലാം എന്ന് പറയുന്നത് നാടകങ്ങൾ ഉണ്ടാക്കി നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർക്ക് വാർത്തകൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലയാളും ചെയ്യുന്ന ഒരു വഴിയാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കതിന് ദീർഘ നമസ്കാരം എന്നല്ലാതെ ഇതിലൊന്നും ഒരു രീതിയിലും ഞങ്ങൾക്കതിനും മറുപടി പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്കതിൽ ഒരു താല്പര്യമില്ല. ഭൂരിപക്ഷം എന്താ അതിൻ്റെ ഒരു പ്രതീക്ഷ? ജനങ്ങൾ നല്ല രീതിയിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാണ്. ജനങ്ങളുടെ ഓരോ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളിലെ ഭൂരിപക്ഷവും മുന്നേറ്റവും ഒക്കെ പ്രകടമാക്കുന്നത് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷമാണ്. മികച്ച നിലയിലുള്ള മുന്നേറ്റം പയ്യന്നൂർ മണ്ഡലത്തിലുണ്ടാകും. തീർച്ചയായും പയ്യന്നൂരിൽ അങ്ങനെ രാഷ്ട്രീയ പോരാട്ടം തിളച്ച് മറിയുന്ന ഒരു മണ്ഡലം കൂടിയാണ്. വലിയ ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി സുമേഷ് മൊറാരയ്ക്കൊപ്പം രഞ്ജിത്ത് രാമേന്ദ്രൻ പയ്യന്നൂർ. പുതുമ പിടിക്കാൻ UDF 35 വർഷങ്ങളായി മണ്ഡലത്തിൽ ഒരു വികസനവും ഉണ്ടായില്ലെന്ന് UDF സ്ഥാനാർത്ഥി K നീലകണ്ഠൻ. വയനാട്ടിൽ നടന്ന ലക്ഷ്യ ക്യാമ്പിൽ ഇത്തവണ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലമായാണ് പുതുമയെ വിലയിരുത്തുന്നത്. ലക്ഷ്യ ക്യാമ്പിൽ ഉൾപ്പെടെ UDF ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലമാണ് ഉദുമ. ഉദുമയിൽ K നീലകണ്ഠനാണ് ഇത്തവണ സ്ഥാനാർത്ഥി. അദ്ദേഹം തന്നെ നമ്മോടൊപ്പം ചേരുന്നു. ഉദുമ ലക്ഷ്യ ക്യാമ്പിൽ ഉൾപ്പെടെ ഇപ്പോൾ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ്. എങ്ങനെയാണ് ഇപ്പോൾ പ്രചരണം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന സാഹചര്യം? ജനങ്ങൾക്ക് വലിയ ആവേശമാണ്. ഇപ്രാവശ്യം ഉദുമ തിരിച്ചു പിടിക്കണം എന്ന് ജനങ്ങളുടെ ഒരു വികാരമാണ്. എൻ്റെ വികാരമാണ്, ജനങ്ങളുടെ വികാരമാണ്. ആ വികാരം അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ 100% ഉദുമയിൽ പിടിച്ചെടുക്കും. ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം ചെറിയൊരു ഒരാശയക്കുഴപ്പമില്ല. അതൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ സൃഷ്ടിയാണ്. ഒരാശയക്കുഴപ്പമില്ല. എങ്ങനെയാണ് വോട്ടർമാരെടുക്കുന്ന ഒരു പ്രതികരണം? വോട്ടർമാർ ഉദുമ പിടിക്കണം എന്നുള്ളതാണ് വോട്ടർമാരുടെ പ്രതികരണം. ഉദുമ തിരിച്ചു പിടിക്കണം, നമുക്ക് ആ പ്രതികരണമാണുള്ളത്. CH കുഞ്ഞമ്പുവാണ് വലിയ വികസനം നടത്തിയെന്നാണ് അവകാശപ്പെടുന്നത്. വെല്ലുവിളിയുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുന്നില്ല. പക്ഷേ വികസനത്തെക്കുറിച്ച് ദേലമ്പാടി പോലുള്ള പഞ്ചായത്തുകൾ ഒന്ന് പരിശോധിക്കുന്നില്ല. ആ പരിശോധിച്ചിട്ട് വികസനത്തെക്കുറിച്ച് നിങ്ങൾ പറയണം. ഞാൻ പറയുന്നില്ല. നിങ്ങൾ നേർക്കാഴ്ച കണ്ടുകൊണ്ട് പറയണം. എന്തൊക്കെ ഇപ്പോൾ 87 ശ്രീ KP കുഞ്ഞിക്കണ്ണൻ അവസാനമായി വിജയിച്ചത്. 87 മുതൽ 91 വരെ. ആ 91 ശേഷം കഴിഞ്ഞ 35 വർഷമായി CPM MLA ആണ് ഇവിടെ ഉള്ളത്.
ആ CPM-ന്റെ MLA 34-5 വർഷം ഉണ്ടായിട്ട് പോലും ദേലമ്പാടി പോലുള്ള അല്ലെങ്കിൽ ബന്ദർക്ക പോലുള്ള ചില പഞ്ചായത്തിലെ വികസനത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഈ നഗരത്തിൽ മാത്രം വികസനം ഉണ്ടാക്കിയാൽ പോരാ, ഗ്രാമീണ മേഖലയിൽ വികസനം ഉണ്ടാക്കണം, ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് ഇന്ന് LDF-നുള്ളത് എന്ന് പറഞ്ഞ് ഞാൻ ആഗ്രഹിക്കും. എങ്ങനെയാണ് മണ്ഡലത്തിൽ എന്താണ് ഇനി നടപ്പിലാക്കാനുള്ളത്? മണ്ഡലത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ? അതായത് UDF ഒരു തീരുമാനം നടപ്പിലാക്കും. അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പൂർണ്ണമായില്ല. കാരണം ഞങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ വൈകിയതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഇന്നാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി 12 മണിക്കുള്ളത്. ആ ചർച്ച ചെയ്ത് ആ തീരുമാനങ്ങളൊക്കെ നമ്മൾ നടപ്പിലാക്കും. വലിയ വന്യമൃഗ ശല്യമൊക്കെ നേരിടുന്ന ഒരു മണ്ഡലമാണല്ലോ, അത് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കും. അത് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞല്ലോ, UDF അധികാരത്തിൽ വന്നാൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കും എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞതാണ്. വ്യക്തമായ ഒരു കാഴ്ചപ്പാട് കൂടി, വ്യക്തമായ ദിശാബോധത്തോടു കൂടി UDF കേരളത്തെ വികസനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയാൻ ആഗ്രഹിക്കും. ഭൂരിപക്ഷം വർദ്ധിച്ച് വിജയ 100% ടീം UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നത് 100% വിജയം ഉദ്യമയ്ക്കെത്തുന്നുണ്ട്. എന്തായാലും തുടക്കത്തിൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ചില അനിശ്ചിതങ്ങളൊക്കെ ഉണ്ടായി, അതൊക്കെ മാറി ടീം UDF എന്നാണ് K നീലകണ്ഠൻ പറയുന്നത്. KB ബൈജു, News 18 കാസർഗോഡ്. നടനും തമിഴക വെട്രികഴകം നേതാവുമായ വിജയ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. DMK-യുടെ ഉറച്ച മണ്ഡലമായ പെരമ്പൂരിലും തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലുമാണ് വിജയുടെ കന്നിയംഗം. പെരമ്പൂരിൽ വൈകിട്ട് പ്രചാരണം ആരംഭിക്കും. പാർട്ടിയുടെ പ്രകടന പത്രിക ഇന്നലെ വിജയ് പുറത്തിറക്കി. 234 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. കാസർഗോഡ് വിവാഹാഘോഷത്തിൽ പടക്കം പൊട്ടിച്ചതിനെ തുടർന്ന് പന്തലിന് തീപിടിച്ചു. രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. ബേക്കൽ മീത്തൽ മൗവയിലെ വിവാഹ പന്തലിലാണ് തീ പടർന്നത്. 100 ആളുകൾ പന്തലിൽ തിങ്ങി നിറഞ്ഞ സമയത്തായിരുന്നു പുറത്തു പൊട്ടിച്ച പടക്കത്തിന്റെ തീപ്പൊരി വീണ് പന്തലിലേക്ക് തീ പടർന്നത്. തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാരാണ് തീയണച്ചത്. വിരുന്നിനെത്തിയ വരന്റെ വീട്ടുകാർ പൊട്ടിച്ച പടക്കത്തിൽ നിന്നുള്ള തീപ്പൊരി വീണ് ആണ് പന്തലിൽ തീ പടർന്നത്. ഈ വർഷത്തെ SSLC പരീക്ഷ ഇന്ന് അവസാനിക്കും. ബയോളജിയാണ് അവസാന പരീക്ഷ. ഹയർ സെക്കൻഡറി പരീക്ഷ ശനിയാഴ്ച പൂർത്തിയായിരുന്നു. 2 പരീക്ഷകളുടെയും മൂല്യനിർണ്ണയം ഏപ്രിൽ 16 തുടങ്ങും. ഏപ്രിൽ 7 തുടങ്ങാനിരുന്ന മൂല്യനിർണ്ണയം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് 16 മാറ്റിയത്. തിരുവനന്തപുരം മൃഗശാലയിൽ കാണികൾക്ക് കൗതുക കാഴ്ചയായി സൂര്യയും സിംബയും. പിച്ചവെച്ച് നടക്കാൻ തുടങ്ങിയതോടെ ഇരുവർക്കും പുതിയ കൂടുകളും ഒരുങ്ങിക്കഴിഞ്ഞു. പുറത്തുവരുന്നത് മറ്റാരുടെയും കാര്യമല്ല, 2 മാസം മുൻപ് പിറന്ന സിംഹക്കുട്ടികളുടെ വിശേഷങ്ങൾ തന്നെയാണ്. മൃഗസ്നേഹികൾക്ക് മുഴുവൻ വലിയ സന്തോഷം പകർന്നുകൊണ്ടാണ് തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് 2 മാസം മുമ്പ് ഒരു കൗതുക വാർത്ത പിറന്നത്. അതായത് ഇവിടെ ദീർഘവർഷങ്ങൾക്ക് ശേഷം 2 സിംഹക്കുട്ടികൾ ഉണ്ടായി എന്ന കാര്യം. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് 68 ദിവസം പിന്നിടുന്നു. ഈ സിംഹക്കുഞ്ഞുങ്ങൾ എന്തായി, അതിൻ്റെ വളർച്ച എന്തായി എന്നൊന്ന് നേരിൽ കാണാൻ എത്തിയതാണ് ഞങ്ങൾ. ഇവിടെ അതിനെ നേരത്തെ ഇട്ടിരുന്ന ഒരു പ്രത്യേക റൂമിൽ നിന്ന് മാറ്റി പ്രത്യേക സജ്ജമാക്കിയ ഒരു ഇടത്തേക്ക് ഈ 2 സിംഹക്കുഞ്ഞുങ്ങളെ മാറ്റിയിരിക്കുകയാണ്. അതിന് പേരുകൂടി ഇട്ടുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നോടിപ്പം ഒപ്പം മൃഗശാലയിലെ ഡോക്ടർ മുകേഷ് കൂടി ചേരുന്നു. എന്തൊക്കെയാണ് ആദ്യം ഇതിൻ്റെ പേര് എന്തൊക്കെയാണ് ഇട്ടേക്കുന്നത്? ഇപ്പോൾ പേരിട്ടേക്കുന്നത് സിംബ എന്നും സൂര്യ എന്നുമാണ്. മെയിലിനെ നമ്മൾ സിംബ എന്നും ഫീമെയിലിനെ സൂര്യ എന്നാണ് മിനിസ്റ്റർ തന്നെയാണ് പേരിട്ടത്. ഇപ്പോൾ കുട്ടികളെ നമ്മൾ ഇന്നാണ്, ഇതൊരു ക്വാറന്റൈൻ ഫെസിലിറ്റിയാണ്. വലിയ മൃഗങ്ങളെ കൊണ്ടുവരുന്ന സമയത്ത് കുറച്ച് ദിവസം പാർപ്പിക്കുന്നതിനുള്ള ക്വാറന്റൈൻ ഫെസിലിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിനെ നമ്മൾ പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചെടുത്തേക്കാണ് കുട്ടികളെ നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ അവർക്ക് ഈ പ്രായത്തിൽ അവർക്ക് ഓടി നടക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ മസിൽ ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടാകേണ്ട ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ സ്പേസ് വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സ്പേസിലേക്ക് മാറ്റിയത്. ഇപ്പോൾ ഒരു വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഡോക്ടറോടുള്ള റെസ്പോൺസ് എങ്ങനെയാണ്? ഇപ്പോൾ അങ്ങനെ എന്തായാലും അവർക്ക് ആ വൈൽഡ് ബിഹേവിയർ അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ എന്തായാലും വലിയ പ്രശ്നമൊന്നുമില്ല. കുട്ടികളെ പോലെയാണ്, വളരെ ക്യൂട്ടാണ്. നമുക്ക് അടുത്ത് പോകുമ്പോഴൊക്കെ പിടിക്കാനും തൊടാനും എടുക്കാനൊക്കെ പറ്റും. അതെ അതെ, നമുക്ക് തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ സോളിഡ് ഫുഡിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മളിതുവരെ മിൽക്ക് മാത്രമായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ നമ്മൾ ചിക്കനും ബീഫും മിൻസ്ഡ് മീറ്റായിട്ട് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഈ ആദ്യം പ്യുവർ ലിക്വിഡ് ആയിരുന്നു, അതിൽ നിന്ന് 1 മാസം പിന്നിട്ടാണോ ഇങ്ങനെ?
കഴിഞ്ഞ ഒരു 20 ദിവസമായിട്ട് നമ്മളിപ്പോൾ സോളിഡ് ഫുഡ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അത് ക്രമേണ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്, കുറേശ്ശെ അത് കൊടുത്ത് ഇപ്പോഴും നമ്മൾ മിൽക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇത് ഈ കൊടുക്കുന്ന മിൻസ്ഡ് മീറ്റ് തന്നെ പാലിൽ കുതിർത്താണ് കൊടുക്കുക, പാല് കൂടെ ചേർത്തിട്ടാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം അന്ന് പറഞ്ഞിരുന്നു നമ്മൾ ആദ്യം കണ്ടപ്പോൾ, ഈ അമ്മ ആൺസിംഹവും പെൺസിംഹവും എൻ്റെ അച്ഛനും അമ്മയും പിന്നെ അങ്ങോട്ട് വലിയൊരു സ്നേഹം കാണിച്ചിട്ടില്ലെന്ന്. അതിനുശേഷം ഈ വളർന്ന ശേഷം കണ്ടിട്ടുണ്ടോ? ഇല്ല, അവർ തമ്മിൽ കണ്ടിട്ടില്ല. ഇനി ഒരിക്കലും അവർ കാണാൻ അങ്ങനൊരു സാഹചര്യം ഇനി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇനി ഇവരെ നമ്മൾ പ്രത്യേകം കൂടുകളിലേക്കായിരിക്കും മാറ്റുന്നത്. പിന്നീട് അവർ തമ്മിൽ അങ്ങനെ ഒരു കോമ്പാറ്റിബിലിറ്റി നോക്കിയതിന് ശേഷം പറ്റുമെങ്കിൽ ഒരുമിച്ച് ഒരു പ്രൈഡായിട്ട് വളർത്തുന്ന കാര്യം ആലോചിക്കും. അതല്ലാണ്ട് അവർക്കിടയിൽ ഒരു ഇമോഷണൽ ബോണ്ട് അങ്ങനെ ഇല്ല. മൃഗങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഇല്ല. അവരുടെ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ പോകുന്നതോടുകൂടി പിന്നെ അവരുടെ മദറിങ് ടെൻഡൻസിയൊക്കെ പോയി. പിന്നെ അവർക്ക് ഒരിക്കലും ഇത് എൻ്റെ കുട്ടിയാണ് എന്നുള്ളൊരു ചിന്തയൊന്നും ഉണ്ടാവില്ല. അപ്പം ഇപ്പോൾ അച്ഛനും അമ്മയും എല്ലാം ഇപ്പോൾ തൽക്കാലം ഞാനും സ്റ്റാഫും ഒക്കെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലാണ് ഇതൊരു കൗതുക കാഴ്ച കൂടിയാണ്. കാരണം പൂച്ചയും പട്ടിയും ഒക്കെ എങ്ങനെയാണോ ഒരുമിച്ച് കൂടുമ്പോൾ കിടന്ന് പരസ്പരം കടിപിടി കൂടി അവരുടെ സമയങ്ങൾ ചെലവഴിക്കുന്നത്, അതിന് സമാനമായ തരത്തിൽ തിരുവനന്തപുരം മൃഗശാലയിൽ 2 സിംഹക്കുട്ടികൾ അത്തരത്തിൽ അവർ പിച്ച് വെച്ച് നടന്ന് ഓടാനുള്ള കരുത്ത് നേടിക്കൊണ്ടിരിക്കുകയാണ്. ആ കൗതുക കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തിരുവനന്തപുരം മൃഗശാലയിൽ വേനൽ അവധിക്കാലം കൂടിയാണ്, അതിൽ വലിയൊരു അവസരമാണ് ഒരുങ്ങുന്നത്. ക്യാമറമാൻ അരുണിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഇനി രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്, സ്പെഷ്യൽ ഡേയിലേക്ക്. തൃശൂർ ജില്ലയിലെ കരുമത്ര സ്വദേശിയായ ബി രാജിന്റെയും ഭാര്യ പ്രീതിയുടെയും മകൻ കൃതിക് ബി രാജിന്റെ 9ാം പിറന്നാളാണിന്ന്. കൃതിക്കിന് എല്ലാവിധ ആശംസകളും അറിയിച്ചിരിക്കുന്നത് കുടുംബമാണ്. അതോടൊപ്പം തന്നെ ന്യൂസ് 18 കൃതിക്കിന് പിറന്നാൾ ആശംസകൾ നേരുകയാണ്. തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശിയായ അശ്വിൻ വിശ്വത്തിന്റെ ജന്മദിനമാണെന്ന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് കുവൈറ്റിൽ നിന്ന് ഭാര്യ ഫേബയാണ്. അശ്വിന് ന്യൂസ് 18 പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. ഇടവേളയ്ക്ക് ശേഷം കാണാം ഇലക്ഷൻ ചാനൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.